നിമിഷത്തിലെങ്കിൽ പോലും നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഇരയാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമ്മൾ ഏൽക്കുന്ന അപമാനങ്ങൾ, ദുഃഖങ്ങൾ, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതായിരിക്കും അല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ കള്ളൻ എന്നുള്ള വിളിപ്പേരിൽ 7 വർഷത്തോളം ജീവിച്ച് ഒടുവിൽ അതിൽ നീതി ലഭിച്ചിരിക്കുകയാണ്. കോടതി പറയുന്നു അദ്ദേഹം കള്ളനല്ല എന്ന്. മാലമോഷണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാൾക്ക് 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചു. അയൽവാസി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നിപ്പോൾ ആലപ്പുഴ ചെട്ടിക്കുളങ്ങര സ്വദേശി ആരോപിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് 65-കാരൻ. ചെട്ടികുളങ്ങര കൈതതെക്ക് സ്വദേശിയാണ് രമേശ് കുമാർ എന്ന രമേശൻ. വിദേശത്തടക്കം ജോലി നോക്കിയിട്ടുണ്ട്. വയോധികയുടെ മാല മോഷ്ടിച്ചു എന്ന കേസിൽ 2019 നവംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 47 ദിവസം ജയിലിൽ കിടന്നു. ഇതിനിടെ യഥാർത്ഥ കള്ളനെ മറ്റൊരു കേസിൽ പോലീസ് പിടികൂടി. എന്നാൽ വയോധിക മൊഴിയിൽ ഉറച്ചു നിന്നു. കേസ് കഴിഞ്ഞ ദിവസം മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കി. രമേശനെ വെറുതെ വിട്ടു. ഇപ്പം സന്തോഷത്തിലാണോ? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടിയല്ലോ, അതാ ഏറ്റവും വലിയ സന്തോഷം. ഇത്ര നാൾ എങ്ങനെയാ ചേട്ടൻ ഇതിനെ ഒരു അതിജീവിച്ചത്? ഞാൻ കെട്ടിത്തൂങ്ങോ മരിക്കുകയോ ചെയ്യത്തില്ല, പക്ഷേ ഞാൻ എങ്ങനെ ഇതിൽ രക്ഷപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഈ കേസിൽ അവർ പ്രതി ചേർത്തത്? ഞാൻ BJP-കാരാണ്, അവർ CPM-കാരാണ്. അവരെന്നെ കുരുക്കാൻ വേണ്ടി ചെയ്തു. ഞാൻ അതിനകത്തിൽ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതിനകത്ത് 5 വർഷം കൊണ്ട് ഞാൻ ത്യാഗം അനുഭവിച്ചു. വീട്ടുകാർക്കും എല്ലാം വലിയ നാണക്കേടും ബുദ്ധിമുട്ടും അന്നും ഉണ്ടാവുമല്ലോ. മോൾ അധ്യാപകയല്ലേ, അപ്പം ഞാൻ മോഷണ കേസിൽ പ്രതിയല്ലേ, അതെന്തായാലും ഉണ്ടാവും. അത് മാറി, അവർക്ക് ബോധ്യമായി മോള്. ഈ പോലീസുകാരോട് ചേട്ടനെന്ന് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു, പരമാവധി അവരോട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് അന്നേരം മുതൽ എന്നെ തല്ലാൻ തുടങ്ങിയത്. എനിക്കത് ഏറ്റവും വലിയ വിഷമം. അത് വേറെ ഒന്നുമില്ല. ഇപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടാകത്തല്ലോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പല്ലെല്ലാം പോയി അങ്ങനല്ലേ. ഇടിയും തലയ്ക്കും കാലിനും എല്ലാ രീതിയിലും അടിക്കാതെ. കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും പോരാട്ടം തുടരാനാണ് തീരുമാനം. അദ്ദേഹം പറഞ്ഞത് ഇനിയും ഒരാൾക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോകണമെന്നാണ്. അതിന് വരും ദിവസങ്ങൾ ഞങ്ങൾ ആലോചിച്ച് അതുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഒത്തുതീർപ്പിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ രമേശൻ സ്കൂൾ ബസ് ഡ്രൈവറായിരുന്നു. പ്രതിയായതോടെ അത് നഷ്ടമായി. ഇപ്പോൾ മാവേലിക്കരയിലെ ഒരു ഹോട്ടലിൽ സുരക്ഷാ ജീവനക്കാരനാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണാണ് നമ്മുടെ കൂടെ ഉള്ളത്. രഘു, നമ്മൾക്കാണെങ്കിൽ പോലും ഒരു ചെറിയ നിമിഷമാണെങ്കിൽ പോലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു പേര് വീഴുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് കള്ളൻ എന്നുള്ള പേരിൽ ഈ 7 വർഷക്കാലം അദ്ദേഹം ജീവിച്ചത്. അതൊരിക്കലും തിരികെ കിട്ടാത്ത സമയം തന്നെ ഉറപ്പാണെങ്കിലും ഇത്രയും വർഷക്കാലം നിയമത്തെ വിശ്വസിച്ച് അങ്ങനെ പോരാടി കോടതിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്ന കേസ് ഒത്തുതീർപ്പായിരിക്കുന്നു. ഇനി രമേശൻ കള്ളനല്ല എന്ന് സമൂഹത്തിന് ഒന്നാകെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ പല കാര്യങ്ങളിൽ ഇനിയും നീതി ലഭിക്കാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പലയിടങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിനകം ഞാൻ തന്നെ ആലപ്പുഴയിൽ നിന്ന് 2 വാർത്തകൾ ഇതേപോലെ നിരപരാധികളായ 2 പേരെ പ്രതി ചേർക്കപ്പെട്ട് അവർ കുറ്റമുക്തരായതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. ഇതേപോലെ ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഭരണകൂട ഭീകരത തന്നെയാണ്, പോലീസ് ഭീകരത തന്നെയാണ്. പലപ്പോഴും കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ട് പ്രതിയാക്കുന്ന പരിപാടി ആദ്യം മുതൽ തന്നെ പോലീസിനുമുണ്ട്. ഇപ്പോഴും ഈ വിവരസാങ്കേതിക വിദ്യയുടെ കാലത്തും അത് തുടരുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഒരാളെ കൊലപാതകിയെന്നും കള്ളനെന്നുമൊക്കെ മുദ്ര കുത്തപ്പെട്ടാൽ, പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിൽ, അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും അയാളുടെ ബന്ധുക്കൾക്കും അയാളുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ നേരിടേണ്ടി വരുന്ന അധിക്ഷേപത്തിൻ്റെയും അവഗണനയുടെയും ഒക്കെ ഒരു തലം എത്രത്തോളം ഉണ്ടെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നാട്ടിൻപുറത്തൊക്കെ എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരു മോഷണ കേസിലൊക്കെ പ്രതി ചേർക്കപ്പെട്ടാൽ ഏറ്റവും കുറഞ്ഞത് ആ പഞ്ചായത്തിലെ ഭൂരിഭാഗം ആളുകളെങ്കിലും ആ ആളെ തിരിച്ചറിയും. അവരിങ്ങനെ പരസ്പരം കടത്തിണ്ണയിലും അല്ലെങ്കിൽ ചായക്കടയിലൊക്കെ ഇതിന് വർണ്ണിച്ച് വിശദീകരിച്ച് അവരൊരു നിഗമനത്തിലേക്കൊക്കെ എത്തും. എന്തായാലും രമേശന് 7 വർഷത്തിന് ശേഷം നീതി ലഭിച്ചു. രമേശനെ പോലെ നീതി ലഭിച്ചവരുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നീതി ലഭിക്കാത്തവരാണ് ഏറെയും. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് തന്നെ നാട്ടിൻപുറത്ത് അത്യാവശ്യം നല്ല നിലയിലൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ആ കേസുമായി, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാനോ ജയിലിൽ നിന്ന് ഇറക്കാനോ ഉള്ള
കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് അഭിമാനക്ഷതവും നാട്ടുകാരുടെ ഒറ്റപ്പെടലും ഒക്കെ ഓർത്താണ്. രമേശനും ഇതിലെല്ലാം കൂടിയാണ് കടന്നു വന്നത്. എന്തായാലും ആ അഭിഭാഷകൻ, ഒരു യുവ അഭിഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ ഇടപെടൽ മൂലം രമേശൻ കുറ്റമുക്തനായി. ഇനിയും ഈ കേസിൽ ഈ ഒരു കാലയളവിൽ ചെയ്യാത്ത ഒരു കാര്യത്തിനാണ് ഇത്രയും പഴി കേൾക്കേണ്ടി വന്നത്. ആ പേരൊരിക്കലും ഈ കാലം അത്രയും തേച്ചുമാച്ചാലും പോവാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അല്ലെ അങ്ങനെ തന്നെ പറയേണ്ടി വരും, അവരുടെ എല്ലാം മുകളിലുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു അനാസ്ഥയുടെ ഒരു ഇര കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളത്.